ിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, 28-ാം തീയതി നടക്കുന്ന ഐതിഹാസികമായ നമ്മുടെ ഹർത്താൽ വിജയിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ഇവിടെ നടത്തിയ വലിയ ചർച്ചകൾക്ക് നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നേതാക്കന്മാരായതുകൊണ്ട് തന്നെ ഒരു സമരം വിജയിപ്പിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ സഹോദരങ്ങളെ നിരത്തിലിറക്കി നിർത്തിക്കൊണ്ട് ഇത് നമ്മുടെ ജീവൻ മരണ പോരാട്ടം എന്നുള്ള നിലയിൽ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ ഈ സമരം വിജയിപ്പിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിറങ്ങി ചെയ്യണം. 1957 ഭൂപരിഷ്കരണ നിയമം മുതൽ നമ്മളൊക്കെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമായി മാറ്റപ്പെട്ടു പോയപ്പോൾ, ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത നിലയിൽ നമ്മളെ അടിച്ചമർത്തപ്പെട്ടു പോയപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള സാധ്യത നമ്മൾ ഈ കൺവെൻഷനിലൂടെയും ഈ ഹർത്താലിലൂടെയും നമ്മൾ കാണാൻ പോവുകയാണ്. അതാണ് തുടക്കത്തിൽ ഇവിടെ നേതാക്കന്മാരെല്ലാം ചൂണ്ടിക്കാണിച്ചത്. കേരളവും ഭാരതവും നമ്മളോടത് ആവശ്യപ്പെടുന്നു, കഴിഞ്ഞ കുറേ കാലമായി ആവശ്യപ്പെടുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുതിയ മൂവ്മെൻറ്റിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ സമയത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത് എന്നുള്ള ചിന്തയിൽ, ആ ഉറച്ച ചിന്തയിൽ നമുക്ക് 28-ാം തീയതിയിലെ ഹർത്താൽ വിജയിപ്പിക്കാൻ എല്ലാവിധമായ ഭാവുകങ്ങളും കേരള സംഭവ സഭയുടെ ഭാഗത്തു നിന്ന് നേരുന്നു. ഞങ്ങളൊക്കെ നിരത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വലിയ വിജയശ്രീലാളിതരായി മുന്നോട്ട് പോകാൻ, നിതിൻ്റെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾ, സഹോദരങ്ങൾ, നിങ്ങൾ ഒരു ഭാഗത്ത് എല്ലാവരും പോകരുത്. നമുക്ക് 24-ാം തീയതി നടക്കുന്ന ജില്ലാ കൺവെൻഷൻ നമുക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ ചിന്ത കൂടി നടത്തിപ്പോകണം. നമ്മുടെ ഈ ജില്ലയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ആളുകളെ നമുക്കതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ട് ദയവായി ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങളും ഇവിടെ ഇരിക്കണം എന്നുകൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം.